ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു റിവ്യൂ ആണ്. അതായത് സോൾഫ്ലവറിൻ്റെ റോസ്മേരി എസെൻഷ്യൽ ഓയിലും അതുപോലെ തന്നെ ഹെൽത്തി ഹെയർ ഓയിലും ഞാൻ ഒരു മാസമായിട്ട് ഉപയോഗിച്ച് വരികയായിരുന്നു. അപ്പോൾ അതുകൊണ്ടുണ്ടായ മാറ്റമാണ് ഇതിൽ പറയുന്നത്. ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് എസെൻഷ്യൽ ഓയിലും പിന്നെ അതിനോടൊപ്പം സോൾഫ്ലവറിൻ്റെ തന്നെ റോസ്മേരി ലാവെൻഡർ ഹെൽത്തി ഹെയർ ഓയിലും കൂടിയാണ് ഞാൻ സാധാരണ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ കുറച്ച് എമൗണ്ട് എടുത്തിട്ട് മുടിയിലും അതുപോലെ തലയൊട്ടിയിലും നന്നായി തേച്ച് പിടിപ്പിക്കുകയാണ് സാധാരണ രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുൻപ്, അതായത് ഈ ഓയിൽ അപ്ലൈ ചെയ്ത് തുടങ്ങുന്നതിന് മുൻപൊക്കെ എനിക്ക് നല്ല രീതിയിൽ താരനും അതുപോലെ നല്ല രീതിയിൽ മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ താരൻ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. താരൻ ഒന്നും തന്നെ ഇല്ല ഇപ്പോൾ. പിന്നെ ഇത് തേച്ച് തുടങ്ങിയതെന്ന് പറഞ്ഞാൽ മുടി ഒത്തിരി ഗ്രേ ഹെയർസ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മാറാനും പിന്നെ മുടി കൊഴിച്ചിലൊന്ന് നിൽക്കാനും വേണ്ടിയിട്ട് തന്നെയാണ് ഇത് തേച്ച് തുടങ്ങിയത്. അപ്പോൾ ഗ്രേ ഹെയർസ് മാറിയോ എന്ന് ചോദിച്ചാൽ മാറിയിട്ടില്ല. പക്ഷെ അത് ഒരു മാസം ആയതേ ഉള്ളൂ ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. അപ്പോൾ ഒരു മാസം ഉപയോഗത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം മുടി കൊഴിച്ചിൽ നിന്നിട്ടുണ്ട്. അതുപോലെ താരം നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട്. പിന്നെ ചെറിയ ബേബി ഹെയർസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിലൊരു റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നവർക്ക് രാത്രി സമയത്ത് ഇത് തലയിൽ തേച്ച് കിടന്ന് പിറ്റേന്ന് രാവിലെ അത് കഴുകി കളയുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത് താരൻ മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവർക്ക് അത് ഒന്ന് കുറയ്ക്കുന്നതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കൂടുതൽ മാറ്റങ്ങൾ ഇനിയും ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോകളിലൊക്കെ ഷെയർ ചെയ്ത് തരാം.